പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്? Cash book with two amount columns on both sides is called a double column cash book. Cash book with two amount columns on both sides is called a double column cash book. ഇരു സൈഡുകളിലും രണ്ട് എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇരു സൈഡുകളിലും രണ്ട് എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സാധാരണ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ കണ്ടു ഇരു സൈഡുകളിലും ഒരു എമൗണ്ട് കോളം മാത്രമാണുള്ളത്. എന്താ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഇരു സൈഡുകളിലും ഒരു എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇരു സൈഡുകളിലും, അതായത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ടു കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ രണ്ട് എമൗണ്ട് കോളങ്ങൾ? ദീസ് ടു എമൗണ്ട് കോളംസ് ആർ ക്യാഷ് ആൻഡ് ബാങ്ക്. ഈ രണ്ട് എമൗണ്ട് കോളങ്ങൾ ക്യാഷും ബാങ്കുമാണ്. ഏതൊക്കെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ രണ്ട് എമൗണ്ട് കോളങ്ങൾ? ഒന്ന് ക്യാഷ് കോളം, മറ്റൊന്ന് ബാങ്ക് കോളം. യഥാർത്ഥത്തിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒരുമിച്ച് കൂടിയതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഏതിന്റെ കോമ്പിനേഷനാണ്? ക്യാഷ് അക്കൗണ്ടിന്റെയും ബാങ്ക് അക്കൗണ്ടിന്റെയും ഒരു കോമ്പിനേഷനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ട്രാൻസാക്ഷനുകളെല്ലാം നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതും. അതേസമയം ബാങ്കിങ് ട്രാൻസാക്ഷനുകളെല്ലാം നമ്മൾ ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തും. പോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബാലൻസിങ്ങും ഒക്കെ നമ്മൾ പഠിച്ച അതുപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ നമ്മൾക്ക് തന്ന ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അതോ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണോ എന്ന് തിരിച്ചറിയുക, ജേണൽ എൻട്രി പറയുക, അതിനുശേഷം പോസ്റ്റിംഗ് നടത്തുക. എന്താ പോസ്റ്റിങ്ങിന്റെ റൂള്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതിന്റെ ക്രെഡിറ്റ് എഴുതും, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അതിന്റെ ഡെബിറ്റ് എഴുതും. നമ്മൾ പറഞ്ഞു ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ രണ്ട് എമൗണ്ട് കോളങ്ങൾ എന്ന് പറയുന്നത് ക്യാഷും ബാങ്കുമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് ബാലൻസ് കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്ക് രണ്ട് ബാലൻസ് കാണിക്കും. ഒന്ന് ക്യാഷ് ബാലൻസ്, മറ്റൊന്ന് ബാങ്ക് ബാലൻസ്. It shows double column cash book shows both the cash balance and bank balance. Cash ബാലൻസും ബാങ്ക് ബാലൻസും ഡബിൾ കോളം ക്യാഷ് ബുക്ക് കാണിക്കുന്നു. എന്തിനാണ് ഈ ക്യാഷ് കോളം ഉപയോഗിക്കുന്നത്? ക്യാഷ് കോളം ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് റിസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. പണത്തിന്റെ വരവുകളും നൽകലുകളുമായി ബന്ധപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യാഷ് കോളം ഉപയോഗിക്കുന്നത്. പണത്തിന്റെ വരവുകളും നൽകലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യാഷ് കോളം ഉപയോഗിക്കുന്നത്. ഓക്കെ, പണത്തിന്റെ വരവുകളും നൽകലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യാഷ് കോളം ഉപയോഗിക്കുന്നത്. അതേസമയം ബാങ്ക് കോളമോ? ബാങ്ക് കോളം ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിത്ഡ്രോവൽസ് ഫ്രം ബാങ്ക്. ബാങ്ക് കോളം ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിത്ഡ്രോവൽസ് ഫ്രം ബാങ്ക്. ബാങ്ക് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നുള്ള പിൻവലിക്കലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബാങ്ക് കോളം ഉപയോഗിക്കുന്നത്. ബാങ്ക് കോളം എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ബാങ്ക് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നുമുള്ള പിൻവലിക്കലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ബാങ്ക് കോളം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഇരു സൈഡുകളിലും രണ്ട് എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് എമൗണ്ട് കോളങ്ങൾ ക്യാഷും ബാങ്കുമാണ്. ഒരേ സമയം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാങ്ക് ബാലൻസും ബാങ്ക് അതുപോലെ ക്യാഷ് ബാലൻസും കാണിക്കുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം ഉപയോഗിക്കുന്നത് ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതേസമയം ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം ഉപയോഗിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നുള്ള പിൻവലിക്കലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക.
നമ്മൾ നേരത്തെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് കണ്ടു. അവിടെ 5 കോളങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വന്നത്. ഒന്ന് ഡേറ്റ്, 2 റെസിപ്റ്റ് നമ്പർ, 3, 4 ലെഡ്ജർ ഫോളിയോ, 5 ക്യാഷ്. ഇതായിരുന്നു അവിടെ വന്നിരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വന്നത് ഡേറ്റ്, പേയ്മെൻറ്റ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്. ഈ ക്യാഷ് കോളത്തിൻ്റെ കൂടെ മറ്റൊരു എമൗണ്ട് കോളം കൂടി നമ്മൾ നൽകുന്നു, ബാങ്ക് കോളം. അതായത് ഡെബിറ്റ് സൈഡിൽ 6 കോളങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഡേറ്റ്, 2 റെസിപ്റ്റ് നമ്പർ 3, 4 ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, 5-മത്തത്, 6-മത്തത് ബാങ്ക് കോളം. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെൻറ്റ്സ്. ഈ പേയ്മെൻറ്റ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതിയാലും പ്രശ്നമില്ല. പിന്നെ വന്നത് വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, ബാങ്ക് കോളം. ഏതൊക്കെയൊന്ന് പറഞ്ഞേ. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പിന്നെ കോളങ്ങൾ ഏതൊക്കെയാണ്? ഡെബിറ്റ് സൈഡിൽ വന്ന കോളങ്ങൾ ഡേറ്റ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, അതുപോലെ ബാങ്ക് കോളം. ക്രെഡിറ്റ് സൈഡിൽ വന്നത് ഡേറ്റ്, പേയ്മെൻറ്റ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, ബാങ്ക് കോളംസ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇരു സൈഡുകളിലും 2 എമൗണ്ട് കോളങ്ങളോട് കൂടിയ ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് കോളങ്ങൾ ക്യാഷ് കോളവും ബാങ്ക് കോളവുമാണ്. ഒരേ സമയം ഡബിൾ കോളം ക്യാഷ് ബുക്ക് സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസും കാണിക്കുന്നു. ക്യാഷ് കോളം ഉപയോഗിക്കുന്നത് ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതേസമയം ബാങ്ക് കോളം ഉപയോഗിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നുമുള്ള പിൻവലിക്കലുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റാണ് കോൺട്രാ എൻട്രീസ്. അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ചില ജേണൽ എൻട്രികൾ ഉണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ചില ജേണൽ എൻട്രികളുണ്ട്. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രികളെയാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. There are some journal entries which appear on the both sides of double column cash book. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ചില ജേണൽ എൻട്രികളുണ്ട്. എവിടെയൊക്കെ വരും? ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും വരും, അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വരും. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രികളെയാണ് എന്ത് പറയുക? കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. കോൺട്രാ എൻട്രീസ് എന്താ? കോൺട്രാ എൻട്രി ഈസ് എ ജേണൽ എൻട്രി which appears on the both sides of double column cash book. Contra entry is a journal entry which appears on the both sides of double column cash book. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. എന്താ കോൺട്രാ എൻട്രി? ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡുകളിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും വരിക: ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് കോൺട്രാ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത്തരത്തിലുള്ള ജേണൽ എൻട്രിയെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇനി കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾ ഏതെല്ലാം? ഇത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണിത്. കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ട 2 ട്രാൻസാക്ഷനുകൾ എഴുതുക. അതായത് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ജേണൽ എൻട്രിയാണ്. ആ ജേണൽ എൻട്രി എന്തായിരിക്കും? ഒന്ന് ക്യാഷുമായിരിക്കും, മറ്റൊന്ന് ബാങ്കുമായിരിക്കും. ഒന്നുകിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, ഇതാണ് കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷനുകളിൽ ഒന്ന്. ഒന്നാമത്തത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു. വരുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്,
ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എഴുതും, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതും. ഇങ്ങനെയാണല്ലോ നമ്മുടെ പോസ്റ്റിങ്ങിൻ്റെ റൂള്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതും? ക്രെഡിറ്റ് എഴുതും. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതും? ഡെബിറ്റ് എഴുതും. അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നുള്ളത് ക്യാഷ് അക്കൗണ്ടുമാണ് ബാങ്ക് അക്കൗണ്ടുമാണ്, രണ്ടുമാണ്. ക്യാഷ് ഇടപാടും ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എഴുതും, ബാങ്ക് ഇടപാടും എവിടെ എഴുതും? ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എഴുതും അല്ലേ. ക്യാഷ് ഇടപാട് ക്യാഷ് കോളത്തിൽ എഴുതും, ബാങ്ക് ഇടപാടോ ബാങ്ക് കോളത്തിൽ എഴുതും. അതുകൊണ്ട് ഇത് കോൺട്രാ എൻട്രി ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രി ആണിത്. 2, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത്തത് കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് ഇത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അതിൽ വരുന്ന ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. 3, ചെക്ക് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. ചെക്ക് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് ചെക്ക് നൽകി. കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് ചെക്ക് നൽകി അല്ലെങ്കിൽ ചെക്ക് അയച്ചു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അവസാനത്തത് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, അല്ലെങ്കിൽ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് മാത്രം തരാം, അല്ലെങ്കിൽ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ഉപയോഗത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതായിരിക്കും ജേണൽ എൻട്രി. ഏതൊക്കെയാണ് കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻ? 1, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. 2, ബാങ്കിൽ പണം നിക്ഷേപിച്ചു. 3, കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് ചെക്ക് നൽകി അല്ലെങ്കിൽ ചെക്ക് അയച്ചു. 4, ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി. കോൺട്രാ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും അല്ലേ. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ജേണൽ എൻട്രിയെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ രേഖപ്പെടുത്തുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കോൺട്രാ എൻട്രി നമ്മൾ രേഖപ്പെടുത്തുന്ന സമയം കോൺട്രാ എൻട്രിക്ക് നേർക്ക് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന ലെറ്റർ രേഖപ്പെടുത്തണം. എന്താണ്? കോൺട്രാ എൻട്രി എവിടെയൊക്കെ രേഖപ്പെടുത്തും? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്നു അല്ലേ. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു സൈഡിലും പ്രത്യക്ഷപ്പെടുന്ന ഈ കോൺട്രാ എൻട്രി രേഖപ്പെടുത്തുന്ന സമയം ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ എൻട്രിക്ക് നേർക്ക് സി എന്ന ലെറ്റർ രേഖപ്പെടുത്തണം. എന്തിനാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്? ഈ ജേണൽ എൻട്രികൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. കോൺട്രാ എൻട്രികൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനായി ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ എൻട്രിക്ക് നേർക്ക് സി എന്ന ലെറ്റർ രേഖപ്പെടുത്തണം. എന്താ പറഞ്ഞത്? ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് കോൺട്രാ എൻട്രികൾ പോസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാനായി അല്ലെങ്കിൽ കാണിക്കാനായി ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ എൻട്രിക്ക് നേരെ സി എന്ന ലെറ്റർ രേഖപ്പെടുത്തണം. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇരു സൈഡുകളിലും 6 കോളങ്ങൾ വീതം ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിലെ ഡേറ്റ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, ബാങ്ക് കോളം. ക്രെഡിറ്റ് സൈഡിലെ ഡേറ്റ്, പേയ്മെന്റ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ക്യാഷ് കോളം, ബാങ്ക് കോളം. ഇനി എങ്ങനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് ബാലൻസ് ചെയ്യാം? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഇരു എമൗണ്ട് കോളങ്ങളും നമ്മൾ ബാലൻസ് ചെയ്യണം. കാരണം ഡബിൾ കോളം ക്യാഷ് ബുക്കിന് 2 എമൗണ്ട് കോളം ഉണ്ട്, ക്യാഷ് കോളം ഉണ്ട്, ബാങ്ക് കോളം ഉണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ 2 എമൗണ്ട് കോളങ്ങളും ബാലൻസ് ചെയ്യണം, നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്യണം. കാരണം ഇത് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടുമാണ്. ക്യാഷ് അക്കൗണ്ട് എന്നത് അസറ്റാണ്, അതേസമയം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റാണ്, അതേസമയം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്.
ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായും ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളവും അതുപോലെ തന്നെ ബാങ്ക് കോളവും ബാലൻസ് ചെയ്യണം. ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ക്യാഷ് കോളമാണ്. ക്യാഷ് കോളം ഈസ് ബാലൻസ്ഡ് ഫസ്റ്റ്. ക്യാഷ് കോളം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ക്യാഷ് കോളം എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. കാരണം ക്യാഷ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് നമ്മളെ സംബന്ധിച്ച അസറ്റാണ്. അതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്ന അതേപോലെയാണ് ഇവിടെ ക്യാഷ് കോളം ബാലൻസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത്, ക്യാഷ് കോളം ബാലൻസ് ചെയ്തതിന് ശേഷം തുടർന്ന് നമ്മൾ ബാങ്ക് കോളം ബാലൻസ് ചെയ്യുന്നു. ബാങ്ക് കോളം ചിലപ്പോൾ ഡെബിറ്റോ ക്രെഡിറ്റോ ബാലൻസ് കാണിക്കാം. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടാം. എപ്പോഴും ശ്രദ്ധിക്കുക. സാധാ പോലെ നമ്മൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ കൂട്ടിയിടാം, അതേ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വെക്കാം. കാരണം എപ്പോഴും ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. എന്നാൽ ബാങ്ക് കോളം ഒന്നുകിൽ ഡെബിറ്റ് സൈഡ് കൂടാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടാം. അതുകൊണ്ട് ഏത് സൈഡാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ റഫായിട്ട് കണ്ടുപിടിക്കണം. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം ബാലൻസ് ചെയ്തതിന് ശേഷം ബാങ്ക് കോളം ബാലൻസ് ചെയ്യുന്നു. ഇറ്റ് മേ ഷോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഇത് ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ബാലൻസ് കാണിക്കാം. ഒന്നുകിൽ ഡെബിറ്റ് സൈഡ് കൂടാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടാം എന്നർത്ഥം. ഡെബിറ്റ് ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡെബിറ്റ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ക്യാഷ് അറ്റ് ബാങ്ക്. ഡെബിറ്റ് ബാലൻസ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ബാങ്കിലുള്ള പണത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ക്യാഷ് അറ്റ് ബാങ്കിനെ സൂചിപ്പിക്കുന്നു, ബാങ്കിലുള്ള പണത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, നിക്ഷേപത്തേക്കാൾ അധികമായി പിൻവലിച്ച തുക, അതിനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ബാങ്ക് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡ് ടോട്ടൽ റഫായിട്ട് കാണുക, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ റഫായിട്ട് കാണുക. ഏതാണോ വലിയ സംഖ്യ ആ സംഖ്യ ഇരു സൈഡിലും രേഖപ്പെടുത്തുക. സാധാരണ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാങ്ക് കോളവും ബാലൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 2015 ജനുവരി 1 ക്യാഷ് ബാലൻസ് ₹1500. അതേ ഡേറ്റിൽ ബാങ്ക് ബാലൻസ് ₹8,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4000. പെയ്ഡ് വേജസ് ബൈ ചെക്ക് 500. റിസീവ്ഡ് ചെക്ക് ഫ്രം കണ്ണൻ ₹3000. ചെക്ക് ഫ്രം കണ്ണൻ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ 3000. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹1000. ആദ്യത്തേത് 2015 ജനുവരി 1 ക്യാഷ് ബാലൻസ്. ഇതെന്ത് ബാലൻസാ? ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസാണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുക. അതേസമയം ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ക്യാഷ് അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസാണ് കാണിക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക, അല്ലേ? അതുകൊണ്ട് ഇത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഇതിനു വേണ്ടി നമ്മളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചു വെച്ചു. കോളം ഹെഡുകൾ നമ്മൾ രേഖപ്പെടുത്തി. ആദ്യമായി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്താൻ പോവുകയാണ്. ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, റിസിപ്റ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് രേഖപ്പെടുത്തുക. ഇത് ക്യാഷ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് 2015 ജനുവരി 1. 2015 ജനുവരി 1 ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്യാഷ് കോളം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ₹1500 കാണിക്കുന്നു. അതായത്
2014 ഡിസംബർ 31 ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 2015 ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഇനി അതേ ഡേറ്റിൽ ബാങ്ക് ബാലൻസ്, ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് മാത്രം തരികയാണെങ്കിൽ അതിനെ നമ്മൾ അസറ്റ് ബാങ്ക് കോളം അല്ലെങ്കിൽ ബാങ്ക് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് തരണം. ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് മാത്രം തന്നതുകൊണ്ട് ഇത് ബാങ്ക് കോളം ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അത് ഡെബിറ്റ് സൈഡിൽ എഴുതുക. കാരണം ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു, ക്യാഷ് അറ്റ് ബാങ്കിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അവിടെ ബാങ്ക് കോളത്തിൽ നമ്മൾ 8,000 രൂപ രേഖപ്പെടുത്തുക. അവിടെ 2015 ജനുവരി 1 ബാലൻസ് ബ്രോഡാൺ, ഇത് രണ്ടാമത് രേഖപ്പെടുത്തേണ്ടതില്ല. ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി. ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്താൻ വേണ്ടി ബാലൻസ് ബ്രോഡാൺ, ക്യാഷിനും ബാങ്കിനും വേണ്ടി ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതേസമയം ബാങ്ക് കോളം ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്ന് വിചാരിക്കുക, ബാങ്ക് കോളം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 2015 ജനുവരി 1 ബാലൻസ് ബ്രോഡൗൺ എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബാങ്ക് കോളത്തിൽ ആ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടതായി വരും. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്താ ജേണൽ എൻട്രി? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനങ്ങൾ വിറ്റു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇത് ഏത് തരം ട്രാൻസാക്ഷനാണ്? ഇത് ഏത് തരം ട്രാൻസാക്ഷൻ? 2 തരം ട്രാൻസാക്ഷനാണുള്ളത്, ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്കിങ് ട്രാൻസാക്ഷനും. ഇത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എവിടെ എഴുതാൻ പാടുള്ളൂ? ക്യാഷ് കോളത്തിൽ എഴുതാൻ പാടുള്ളൂ അല്ലേ? ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് കോളം നമ്മൾ കണക്കാക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് ആയിട്ട് കൂട്ടുക, ബാങ്കിനെയോ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് കൂട്ടുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതുക, ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതുക. ഡേറ്റ് എത്ര? 5-ാം തീയതി 5 എന്ന് കൊടുക്കുക. ഏത് കോളത്തിലാണ് കൊടുക്കേണ്ടത്? ഇത് ക്യാഷ് ആണ്, ഡെബിറ്റ് ക്യാഷ് അല്ല വന്നത്. അങ്ങനെയെങ്കിൽ ക്യാഷ് കോളത്ത് കൊടുക്കുക. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതുക. ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതി 4,000. ഇനി 6 പെയ്ഡ് വേജസ് ബൈ ചെക്ക്. പെയ്ഡ് വേജസ് ബൈ ചെക്ക്. ജേണൽ എൻട്രി വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് തരം ട്രാൻസാക്ഷനാ? ബാങ്കിങ് ട്രാൻസാക്ഷനാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് കോളത്തിൽ എഴുതാൻ പാടുള്ളൂ? ബാങ്ക് കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? വേജസ് എന്ന് എഴുതണം അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അക്കൗണ്ടിൻ്റെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേജസ് എന്ന് എഴുതി. ഡേറ്റ് 2015 ജനുവരി 6. 2015 ജനുവരി 6. ഏത് കോളത്തിലാണ് കൊടുക്കേണ്ടത്? ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്? ബാങ്ക് അക്കൗണ്ടിലാണ്, അതായത് ബാങ്കിങ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ഇടപാടുകളൊക്കെ നമ്മൾ ബാങ്ക് കോളത്തിലാണ് എഴുതേണ്ടത്. എമൗണ്ട് 500. റിസീവ്ഡ് ചെക്ക് ഫ്രം കണ്ണൻ ₹3000. 10-ാം തീയതി റിസീവ്ഡ് ചെക്ക് ഫ്രം കണ്ണൻ, കണ്ണനിൽ നിന്ന് ചെക്ക് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. ചെക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടിയതായി നമ്മൾ കണക്കാക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൻ അക്കൗണ്ട്. അങ്ങനെയെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതും? കണ്ണൻ അക്കൗണ്ട് എഴുതും. കണ്ണൻ അല്ലേ? ഡേറ്റ് 10-ാം തീയതി. ഡേറ്റ് 10-ാം തീയതി. ഏത് കോളത്തിലാണ് എഴുതുക? ഏത് കോളത്തിലാണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് കോളം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതും? അതിൻ്റെ ക്രെഡിറ്റ് എഴുതും. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കണ്ണൻ എന്നെഴുതും. എന്നിട്ട് എമൗണ്ട് കോളം, അതായത് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതും. എമൗണ്ട് 3000. ഇനി അടുത്തത് ചെക്ക് ഫ്രം കണ്ണൻ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. ചെക്ക് ഫ്രം കണ്ണൻ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. കണ്ണനിൽ നിന്ന് കിട്ടിയ ചെക്ക് കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ചു. അങ്ങനെയെങ്കിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എന്ത് എൻട്രിയാണ് ഇത്? കോൺട്രാ എൻട്രിയാണ്. ഇത് രണ്ടും എവിടെ എഴുതണം? ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡിലും രേഖപ്പെടുത്തണം. ഇനി ആദ്യം ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക. ഏതാണ്? ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിൻ്റെ ക്രെഡിറ്റ് ആയ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുക അല്ലേ? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതുക. ബാങ്ക് ആണ് ഡെബിറ്റ് ചെയ്തത്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എഴുതുക.
തീയതി 11. ഇനി ഇതെന്ത് ട്രാൻസാക്ഷനാണ്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിനെ സംബന്ധിച്ച് അത് ബാങ്കിങ് ട്രാൻസാക്ഷനാണ് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, അത് ബാങ്കിങ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയെങ്കിൽ ഏത് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്? നമ്മൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാന്ന് നോക്കുക. ഡെബിറ്റ് ചെയ്തത് ബാങ്കാണ്. അങ്ങനെയെങ്കിൽ ബാങ്ക് കോളത്തിൽ എമൗണ്ട് കൊടുക്കുക. ബാങ്ക് കോളത്തിൽ എമൗണ്ട് നമ്മൾ കൊടുത്തു 3000. ഇത് കോൺട്രാ എൻട്രി ആണ്. അത് സൂചിപ്പിക്കാനായി നമ്മൾ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഏത് ലെറ്റർ നൽകണം എന്നാണ് പറഞ്ഞത്? സി എന്ന ലെറ്റർ നൽകണം. സി എന്ന ലെറ്റർ നൽകുക. അങ്ങനെ സി എന്ന ലെറ്റർ നമ്മൾ നൽകി. അങ്ങനെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതി. കോൺട്രാ എൻട്രിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഏതാണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതി ക്യാഷ് അക്കൗണ്ട്. എന്നിട്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതി. അതിന് നേർക്ക് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന ലെറ്റർ നൽകി. ഇനി ഇത് എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കണം. ഏതാ ക്രെഡിറ്റ്? ക്യാഷ് അക്കൗണ്ട് അല്ലേ? ക്യാഷ് ട്രാൻസാക്ഷനാണ് ഇത്. ബാങ്കിങ് ട്രാൻസാക്ഷനുമാണ്, ക്യാഷ് ട്രാൻസാക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് ക്യാഷ് കോളത്തിൽ എഴുതണം അല്ലേ? ക്യാഷ് കോളത്തിൽ എഴുതണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റായ ബാങ്ക് അക്കൗണ്ട് എന്നെഴുതണം. ബാങ്ക് അക്കൗണ്ട് 11 തീയതി. എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഏത് കോളത്തിൽ എഴുതേണ്ടത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷാണ്, ക്യാഷ് അക്കൗണ്ടാണ്. അങ്ങനെയെങ്കിൽ ക്യാഷ് കോളത്തിലായിരിക്കണം എഴുതേണ്ടത്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ക്യാഷ് അക്കൗണ്ടാണ് ക്രെഡിറ്റ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എഴുതി. അതിനുശേഷം ക്യാഷ് കോളത്തിൽ എഴുതണം. ക്യാഷ് കോളത്തിൽ എമൗണ്ട് രേഖപ്പെടുത്തുക. എത്ര? 3000. അതിന് നേർക്ക് ഇതിൽ കോൺട്രാ എൻട്രി ആണ് എന്ന് സൂചിപ്പിക്കാനായി സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നൽകുക. അങ്ങനെ ഒരു ജേണൽ എൻട്രി, ഒരു കോൺട്രാ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി അവസാനത്ത് നോക്കാം. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹1000. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് കോൺട്രാ എൻട്രി അല്ലേ? കോൺട്രാ എൻട്രി ആണ്. എവിടേക്ക് എഴുതും? ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഇരു സൈഡിലും എഴുതും. ക്യാഷ് കോളത്തിലും എഴുതും, ബാങ്ക് കോളത്തിലും എഴുതും. എങ്ങനെ എഴുതുക? എന്താ ജേണൽ എൻട്രി? ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആദ്യം ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതുക. ഏതാ ക്രെഡിറ്റ്? ബാങ്ക് അക്കൗണ്ട് അല്ലേ? ബാങ്ക്. എന്നിട്ട് തീയതി കൊടുക്കുക 15. എവിടെ എമൗണ്ട് എഴുതുക? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷാണ് ഡെബിറ്റ് ചെയ്തത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എഴുതുക. ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതുക 1000. സി എന്ന ലെറ്റർ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കോൺട്രാ എൻട്രിയെ സൂചിപ്പിക്കാനായി ഏത് ലെറ്ററാണ് ഉപയോഗിക്കാറ്? സി എന്ന ലെറ്ററാണ് ഉപയോഗിക്കാറ്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതി. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക. എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എഴുതി, ക്യാഷ് കോളത്തിൽ എഴുതി. ഇനി ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക. ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റായ ക്യാഷ് അക്കൗണ്ടിനെ രേഖപ്പെടുത്തുക. ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് 15 തീയതി. ഇനി എവിടെ ഏത് കോളത്തിലാണ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്? ഇതെന്ത് ട്രാൻസാക്ഷനാണ്? ക്യാഷ് ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എഴുതി. ഇനി രണ്ടാമതായി ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഇത് ബാങ്കിങ് ട്രാൻസാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതെവിടെ എഴുതണം? ബാങ്ക് കോളത്തിൽ എഴുതണം. ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്തുക 1000. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ പോസ്റ്റിംഗ്. ഇനി ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കോളങ്ങൾ നമ്മൾ തയ്യാറാക്കി. ഇനി ക്യാഷ് കോളമാണ് ആദ്യം നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ക്യാഷ് കോളം ബാലൻസ് ചെയ്യാം. ആദ്യം ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും രേഖപ്പെടുത്തുക. ഡെബിറ്റ് സൈഡിൽ വന്ന ടോട്ടൽ എന്ന് പറയുന്നത് 9500 ആണ്. ക്രെഡിറ്റ് സൈഡിൽ വന്ന ടോട്ടൽ ക്യാഷ് കോളാണ് ബാലൻസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൻ്റെ ടോട്ടൽ 3000 ആണ് അല്ലേ? 3000. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ എമൗണ്ട് ഇരു സൈഡിലും നമ്മൾ രേഖപ്പെടുത്തി. 9500. വ്യത്യാസം എത്ര? 6500 ഉണ്ട്. അത് കുറവുള്ള സൈഡിൽ എഴുതി. കുറവുള്ള സൈഡിൽ അതിന് നേർക്ക് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് C/D ബാലൻസ് ക്യാരിഡ് ഓൺ.
ഈ അക്കൗണ്ട് ക്യാഷ് കോളം 6500 രൂപ ഡെബിറ്റ് ബാലൻസ് വഹിക്കുന്നു. ഓക്കെ, ഏതാ കോളം, ഏതാ ഡേറ്റ്? ജനുവരി 31. ബാങ്ക് കോളം കൂടി നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് വെക്കുക. ബാങ്ക് കോളത്തിൻ്റെ ഇരു സൈഡുകളിലും ഏറ്റവും വലിയ എമൗണ്ട് രേഖപ്പെടുത്തുക. 8000-ഉം 3000-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11,000. ക്രെഡിറ്റ് സൈഡിൽ 1500. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ എമൗണ്ട് രണ്ട് സൈഡിലും നമ്മൾ രേഖപ്പെടുത്തി 11,000. വ്യത്യാസം 11,000-ൽ നിന്ന് 1500 പോയാൽ കിട്ടുന്ന സംഖ്യ 9,500. ഇതിനും എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് രേഖപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് ബാലൻസ് 9,500 ക്യാഷ് ബാലൻസ് 6,500. ഇത് രണ്ടിനെയും നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയാം. ഇതിനെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് രേഖപ്പെടുത്തുക. ബാലൻസ് ബ്രോ ഡൗൺ. എന്നിട്ട് ക്യാഷിൻ്റെ ആ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതാം, 6,500. ഇനി ബാങ്കിൻ്റെ ബാലൻസ് 9,500 ക്ലോസിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇവിടെ എഴുതുക 9,500. ഏതാ തീയതി നമ്മൾ നൽകുക? ജനുവരി 31 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓപ്പണിംഗ് ഡേറ്റ് ആണ് അല്ലേ? ഓപ്പണിംഗ് ഡേറ്റ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഫെബ്രുവരി 1 എന്ന് രേഖപ്പെടുത്തുന്നു.